أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയിലുള്ള പലതും നമ്മൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കാൻ, ഇവിടെ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. അല്ലാഹു സുബ്ഹാനഹു വ തആല ളാഹിറും ബാത്തിനുമായ, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നിറവേറ്റി തരുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അൻ-നിഅമത്തു ളാഹിറ, പ്രത്യക്ഷമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം വൽ ഖുർആൻ, അത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഇസ്ലാമുമാണ്. ഈ ജീവിതം എന്തിനാണോ അത് തിരിച്ചറിയാനുള്ള സൗഭാഗ്യം. ഇവിടെ തുച്ഛമായ കാലം നമ്മളിവിടെ ജീവിക്കുന്നത്, ഇവിടെ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് ഏതൊരു ലക്ഷ്യത്തിനാണോ അത് തിരിച്ചറിയാനുള്ള സൗഭാഗ്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നാൽ വൽ ബാത്തിന, പരോക്ഷമായി നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച പ്രവാചകന്റെ സഹാബി നമ്മളെ പഠിപ്പിക്കുന്നു, മാ സതറ അലൈക മിനദ് ദുനൂബി വലം യുഅജ്ജിൽ അലൈക ബിന്നിഖമ. അദ്ദേഹം പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരോക്ഷമായി നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതായത് മനുഷ്യൻ എന്ന നിലക്ക് നമ്മളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോകാറുണ്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായ കുറെ തിന്മകളുണ്ട്, കുറെ തെറ്റുകൾ അവരിലുണ്ട്. എന്നാൽ അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. മറ്റുള്ളവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുകയാണ്. മാ സതറ അലൈക മിനദ് ദുനൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊരു മറയിട്ട് നൽകിയിട്ടുണ്ട്. എനിക്കൊരു കവചമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾക്ക് അല്ലാഹു എനിക്കൊരു മറയിട്ട് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു മറ നൽകിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആ മറയോടുകൂടെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലെത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത്. വലം യുഅജ്ജിൽ അലൈക ബിന്നിഖമ, ആ തിന്മകൾ കാരണം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു പ്രയാസം നൽകാതെ പലപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നു. ആ തിന്മക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടാനുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അല്ലാഹു അത് മറച്ചു വെച്ച് തരുന്നു. ഇത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ളയെ പോലെയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹത്തെ എടുത്തോർമ്മിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ലൗലാ സത്റുല്ലാഹി അസ്സ വജല്ല മാ ജാലസനാ അഹദുൻ, നമ്മൾക്ക് അങ്ങനെ ഒരു മറയില്ലായിരുന്നെങ്കിൽ, ഞാൻ ചെയ്യുന്ന എല്ലാം മറ്റുള്ളവർ അറിയുന്ന ഒരവസ്ഥയാണ് ഈ ദുനിയാവിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ, എന്റെ ഒരു പ്രവർത്തനവും രഹസ്യമായിട്ടില്ലാത്ത എല്ലാം മറ്റുള്ളവർ അറിയുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണെങ്കിൽ ലൗലാ സത്റുല്ലാഹി അസ്സ വജല്ല മാ ജാലസനാ അഹദുൻ, ആരും നമ്മുടെ അടുത്ത് വന്നിരിക്കുകയില്ലായിരുന്നു. കാരണം നമ്മൾ അത്രയും മോശമായ ആളുകളുടെ കണ്ണിൽ കാണുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലെ, ചില മുൻഗാമികളുടെ സംസാരങ്ങളിൽ കാണാൻ സാധിക്കും, ലൗ അന്നലി ദുനൂബി റായിഹത്തുൻ മസ്തതഅ അഹദുൻ അൻ യുജാലിസനി, എന്റെ തിന്മകൾക്കെങ്ങാനും ദുർഗന്ധമുണ്ടായിരുന്നെങ്കിൽ, അല്ലെ, ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഗന്ധമുണ്ടായിരുന്നെങ്കിൽ
ഒരാൾക്കും എന്റെ അടുത്ത് ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല ദുർഗന്ധം കൊണ്ട് എന്ന് മുൻഗാമികൾ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ അഭിമാനത്തെ കാത്തുരക്ഷിക്കുന്ന റബ്ബിന്റെ ഒരു മറ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങൾ നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ റബ്ബിന് ഒരു നാമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനശീലനാണ്, സഹിക്കുന്നവനാണ്. അടിമകളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു സഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹയ്യുൻ സിത്തീറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹയാ ഉണ്ട്, ലജ്ജയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കൈ ഉയർത്തിക്കഴിഞ്ഞാൽ അവന്റെ കയ്യെ കാലിയാക്കിക്കൊണ്ട് തിരിച്ചുവിടുന്നതിന് അല്ലാഹുവിന് ലജ്ജയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈനി. അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുന്ന തന്റെ അടിമയുടെ കയ്യെ വെറുതെ തിരിച്ചയക്കുന്നതിന് അല്ലാഹുവിന് ലജ്ജയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു ഹയ്യാണ്, ഹയാ ഉള്ളവനാണ്. അതിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ നാമമാണ് സിത്തീറുൻ. സിത്തീർ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പേരാണ്, അല്ലാഹുവിന്റെ നാമമാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന് ലജ്ജ ഇഷ്ടമാണ്, അതേപോലെ തന്നെ മറച്ചു വെക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. പലപ്പോഴും അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയാണെന്ന് പറയുമ്പോൾ 99 എന്ന ഒരു നമ്പർ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. 99 നാമങ്ങൾ റബ്ബിനുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായി നമ്മൾക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കൊരു ദുആ പഠിപ്പിച്ചു, മനസ്സമാധാനം ലഭിക്കാൻ, മനസ്സിന്റെ പ്രയാസം നീങ്ങാനുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് എന്ന് തുടങ്ങുന്ന ഒരു സുദീർഘമായ പ്രാർത്ഥന. ആ ദുആഇന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത നിന്റെ രഹസ്യമായ ഗൈബിൽ നീ എടുത്തു വെച്ചിട്ടുള്ള നിന്റെ നാമങ്ങൾ, നിന്റെ പേരുകൾ, ആ പേര് വെച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുന്ന ലഫ്ദുകൾ, ആ പ്രാർത്ഥനയിൽ വാക്കുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആ നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവന് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇഹ്സാ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഹിഫ്ള് ചെയ്യലാണ്, പഠിക്കലാണ്, അത് അർത്ഥം മനസ്സിലാക്കലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കലാണ്, അത് വെച്ച് ദുആ ചെയ്യലാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന് നാമങ്ങളുണ്ട്, അത് വെച്ച് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണമെന്നാണ്. അല്ലാഹു യാ റഹ്മാൻ, റഹ്മാനായ റബ്ബേ എന്നോട് കരുണ കാണിക്കണമേ, റഹ്മത്ത് ചെയ്യണമേ എന്ന് പറയാം. തൗവാബായ റബ്ബേ എന്നോട് എന്റെ തൗബ സ്വീകരിക്കണമേ എന്ന് പറയാം. ഈ രീതിയിൽ റബ്ബിനോട് അവന്റെ നാമങ്ങൾ വെച്ച് ദുആ ചെയ്യലുമാണ് ഈ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാലെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. അതിലുള്ള ഒരു നാമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സിത്തീർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ നാമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വലിയൊരു മറ നൽകുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അങ്ങനെ ഒരു കവചം നൽകുന്നവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം ബൈഹഖി അതിനെ വിശദീകരിക്കുന്നു, വലാ യഫ്ളഹുഹും ഫിൽ മശാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരസ്യത്തിൽ ആളുകളുടെ ഇടയിൽ വെച്ച് മോശക്കാരാക്കുന്നില്ല എന്നതാണ് സിത്തീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്നാണ്. അപ്പൊ ഈ നാമം റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ ഈ നാമം വെച്ച് ഇതിന്റെ വിശദീകരണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിട്ടുവീഴ്ച നൽകും. എന്നാൽ മറച്ചുവെക്കുന്ന റബ്ബ് നമ്മൾക്ക് മറ നൽകിയിട്ടുള്ള നമ്മുടെ ചില വീഴ്ചകൾ, അത് തുറന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ തിന്മകൾ ഇന്നതൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തുന്ന ആളുകൾ, അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ഗൗരവത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വ ഇന്ന മിനൽ മുജാഹറത്തി അൻ യഅമല അർ-റജുലു ബിൽ-ലൈലി അമലൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ രാത്രി ഒരു തിന്മ ചെയ്യുന്നു, അയാൾ ഒരു ഹറാമ് പ്രവർത്തിക്കുന്നു, ആരും കണ്ടിട്ടില്ല, ആർക്കും അറിയില്ല, റബ്ബിന് മാത്രം അറിയുന്ന ഒരു തിന്മ അയാൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ എന്നാൽ നേരം വെളുക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ ആ തിന്മ മറച്ചു വെച്ചിട്ടുണ്ട്, ആരെയും അറിയിച്ചിട്ടില്ല. എന്നാൽ ഫയഖൂല യാ ഫുലാനു അമിൽതുൽ ബാരിഹത കദ വ കദ,
ആ മനുഷ്യൻ തന്നെ അടുത്ത ദിവസം പറയാണ്, ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ ചെയ്തടോ എന്നൊരു അവൻ ചെയ്ത തിന്മയെ മറ്റുള്ളവരോട് തുറന്നു പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു അവന്റെ തിന്മ മറച്ചു വെച്ചിട്ട് അടുത്ത ദിവസം അവൻ തന്നെ അവൻ ചെയ്ത ആ തിന്മയെ മറ്റുള്ളവരോട് തുറന്നു പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ ആ തിന്മ പൊരുത്തപ്പെടുന്ന റബ്ബ് പൊറുക്കുന്ന വിഷയത്തിൽ അവൻ ഗൗരവത്തിൽ ആ വിഷയത്തെ കാണണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മഹാൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇബ്നു ബത്താൽ റഹിമഹുല്ലയിൽ നിന്നും ഈ ഹദീസിനെ വിശദീകരിക്കുന്ന വാചകങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഫിൽ ജഹരി ബിൽ മഅസിയത്തി ഇസ്തിഗ്ഫാഫുൻ ബിഹഖില്ലാഹി വറസൂലിഹി വബിസാലിഹിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു അനാദരവതിലുണ്ട്, അല്ലാഹുവിനോട് നിസ്സാരമായി കാണൽ അതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമം, നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുള്ള ഒരു നിയമം, അതൊരാൾ രഹസ്യമായിട്ട് ലംഘിക്കുന്നതിനേക്കാൾ ഗൗരവമുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഈ നാട്ടിലെ നിയമത്തെ ഞാൻ ലംഘിക്കുന്നു എന്ന് പറയുന്നത്. ആളുകളുടെ മുന്നിൽ, ഈ നാട്ടിലെ പ്രജകളുടെ മുന്നിൽ, ഇവിടെയുള്ള ഗവൺമെന്റിന്റെ, ഇവിടെയുള്ള ഭരണാധികാരികൾ വെച്ചിട്ടുള്ള ഒരു നിയമത്തെ പരസ്യമായി ആളുകളുടെ മുന്നിൽ ലംഘിക്കുക എന്നത്, അതിനെ നിസ്സാരവൽക്കരിക്കലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടികൾക്ക് ഇടയിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമത്തെ ആളുകളുടെ മുന്നിൽ പരസ്യമായി കൊണ്ട് ലംഘിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഈ നിയമം വെച്ചിട്ടുള്ള റബ്ബിനെ നിസ്സാരവൽക്കരിക്കലാണത്, അവനെ ഇസ്തിഗ്ഫാഫ് ചെയ്യലാണത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പഠിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരവൽക്കരിക്കലാണ് റസൂലുള്ള ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം ആളുകളുടെ മുന്നിൽ പരസ്യമായിട്ട് ചെയ്യാന്നുള്ളത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ആളുകളോട് വിളിച്ചു പറയുക എന്നത് ഗൗരവമുള്ളതാണ്. അതേപോലെ തന്നെ ബിസാലിഹിൽ മുഅ്മിനീൻ, സാലിഹ്യങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളുടെ മുന്നിൽ വെച്ച് റബ്ബ് വെറുത്തിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിട്ടുള്ള ഒരു കാര്യം വളരെ നിസ്സാരമായി പരസ്യമായി നിർവഹിക്കുക എന്നത് കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ, എല്ലാവർക്കും പുറത്തു കൊടുക്കെങ്കിലും മുജാഹിരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന വിഷയത്തിൽ, അഫ്വ് കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് മാറ്റമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായുള്ള തിന്മകൾ പലപ്പോഴും ഇന്നത് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരിലുമുള്ള സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറഞ്ഞ തിന്മകൾ വളരെ നിസ്സാരമായി പരസ്യമായി നിർവഹിക്കുന്ന, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, അതിനെ നിസ്സാരമായി കാണുന്ന സദസ്സുകൾ പോലും ഇന്ന് റസൂലുള്ളയുടെ അനുയായികൾ എന്ന പേര് പറയുന്ന ആളുകളുടെ വീടുകളിൽ പോലും നടക്കുന്നത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഒരാൾ നിസ്സാരമായി രഹസ്യമായി ചെയ്യുന്ന തിന്മയേക്കാൾ ഗൗരവമുണ്ടത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു വിവാഹ സദസ്സിൽ സംഗീതമുള്ള സദസ്സുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തതാണത്, ഹറാമാണെന്ന് പഠിപ്പിച്ചതാണത്. വ്യഭിചാരത്തിന്റെ കൂടെ, പട്ടിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളതാണത്. അങ്ങനെയുള്ള ഒരു സദസ്സ് പരസ്യമായിട്ടുണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവം കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലംഘിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത് പരസ്യമായി നിർവഹിക്കുന്നത് കൂടുതൽ ഗൗരവമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ആളുകളുടെ മുന്നിൽ വെച്ച് പുകവലിക്കുന്നവർ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് പരസ്യമായി നിർവഹിക്കുന്നു. ഹറാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ മുന്നിൽ ചെയ്യുമ്പോൾ ഗൗരവം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യാമെന്നല്ല. അലം യഅലം ബി അന്നല്ലാഹ യറാ, രഹസ്യത്തിന് ഗൗരവമുണ്ടെങ്കിൽ, രഹസ്യത്തിന് പോലും ഗൗരവമുണ്ടെങ്കിൽ പരസ്യത്തിന് പിന്നെ അതിനേക്കാൾ ഗൗരവമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മിൻ ദുലിം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂ, തിന്മകൾ പരസ്യപ്പെടുത്തുന്നത്, ബിസ്സൂഇ മിനൽ ഖൗൽ, അങ്ങനെയുള്ള സംസാരത്തെ, ചീത്തയായ വാക്കുകളെ പരസ്യപ്പെടുത്തുന്നത്, പരസ്യമായി പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇല്ലാ മിൻ ദുലിം, ആക്രമിക്കപ്പെട്ടവൻ ആരാണോ ആക്രമിച്ചത് അവനെ കുറിച്ച് തുറന്നു പറയുന്നത് ഒഴികെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സിത്തീറാണ്, നമ്മുടെ വീഴ്ചകളെല്ലാം മറച്ചുവെക്കുന്ന ഒരു കവചം അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ഒരു ശത്രു നമ്മൾക്ക്, ഒരു മറ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ ആ മറക്കുള്ളിൽ ജീവിക്കാനും തിന്മകൾ കഴിയുന്നത്ര മാറ്റിവെക്കാനും പരസ്യമായി തിന്മകൾ ചെയ്യുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാനും എല്ലാവർക്കും പുറത്തു കൊടുക്കും, പരസ്യമായി ചെയ്യുന്നവർക്കൊഴികെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഗൗരവത്തിൽ കാണാനും. വസ്ത്രധാരണത്തിന്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി പ്രവാചകനെതിരെ, അള്ളാഹുവിനെതിരെ അത് ധരിച്ചു നടക്കുന്നത് ഇതേപോലെയുള്ള തിന്മകളിൽ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഈ വിഷയത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തിന്മകൾ രഹസ്യമാക്കുക എന്നതിനപ്പുറത്ത്, തിന്മകൾ ചെയ്യാമെന്നല്ല പറഞ്ഞത്,
എന്നാൽ ചെയ്തു പോയതിനെ മറച്ചുവെക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് റബ്ബിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി, പുറത്തു തരാൻ വേണ്ടി ചോദിക്കുക എന്നതാണ്. രണ്ടാമത്, മറ്റുള്ളവരുടെ വീഴ്ചകൾ നമ്മൾ അറിഞ്ഞാൽ, മറ്റുള്ളവരുടെ തിന്മകൾ നമ്മൾ അറിഞ്ഞാൽ അതിനെ മറച്ചുവെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ് ദുനിയ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു സിത്തീറാണ്, അല്ലാഹു എല്ലാം മറച്ചുവെക്കുന്നവനാണ്. നമ്മളും ആ ഒരു സ്വഭാവം സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഒരാളുടെ എന്തെങ്കിലും ഒരു വീഴ്ച നമ്മൾ അറിഞ്ഞു, എനിക്ക് മാത്രം അറിയുന്ന ഒരു മനുഷ്യന്റെ ഒരു വീഴ്ചയുണ്ട്, അയാളുടെ മോശമായ ഒരു സ്വഭാവമുണ്ട്, അത് എനിക്ക് മാത്രം അറിയുന്നതാണ്. നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ മാന്യനായി കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു രഹസ്യം അറിയാം. ഞാനത് നാലാളുകളോട് പറയുകയല്ല വേണ്ടത്, അത് ഞാൻ മറച്ചു വെക്കണം. എനിക്കങ്ങനെ എന്റെ മനസ്സിൽ ഒരു രഹസ്യമുണ്ടെങ്കിൽ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ രഹസ്യം അല്ലാഹു മറച്ചു വെച്ച് തരുമെന്നുള്ളത്. ഇവിടെ ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും അല്ലാഹു എനിക്ക് മറച്ചു വെച്ച് തരുമെന്നാണ്. ഞാനൊരു മനുഷ്യന്റെ മ്ലേച്ഛമായ ഒരു കാര്യം അറിഞ്ഞിട്ട് നാലാളുകളുടെ മുന്നിൽ അത് പറയാതെ അദ്ദേഹത്തിന്റെ മരണം വരെ സംരക്ഷണം എന്റെ ഹൃദയത്തിൽ നൽകിയാൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള അവന്റെ മറയെന്നുള്ള അനുഗ്രഹമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ് ദുനിയ. ദുനിയാവിൽ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മോശമായ കാര്യത്തെ മറച്ചുവെച്ചാൽ, ആരോടും പറയാതിരുന്നാൽ, അദ്ദേഹത്തെ മാന്യനായി ജീവിക്കാൻ അനുവദിച്ചാൽ അവൻ അല്ലാഹു നൽകുന്നത് ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മൾക്ക് മറ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എല്ലാവരും മോശമായി കാണണമെന്ന്, വിശ്വാസികളൊക്കെ മ്ലേച്ഛമായ ആളുകളായി ജനങ്ങളിൽ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. വിശ്വാസികളിൽ മ്ലേച്ഛത പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശിക്ഷയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് മറ്റുള്ളവരിൽ വന്നിട്ടുള്ള വീഴ്ചകൾ നമ്മൾ അറിഞ്ഞാൽ അത് മറച്ചുവെക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്നത് കണ്ടില്ല എന്ന് നടിക്കാനല്ല, അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം. അത് തിന്മയിൽ മുഴുകുന്ന സാഹചര്യത്തിലാണ്. അവിടെ നമ്മൾ അവൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ നമ്മൾ തിരുത്തി കൊടുക്കണം. ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞാൽ അവിടെ നമ്മൾ മറച്ചു വെക്കണം. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച്, ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച നമ്മൾ നമ്മുടെ ഔറത്ത് മറക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾക്കുള്ള വസ്ത്രധാരണം എന്നുള്ളത് വലിയ ന്യൂനതയെ മറച്ചു വെക്കാനുള്ള റബ്ബിന്റെ അനുഗ്രഹമാണത്. അതിനെ ആ രീതിയിൽ തന്നെ കണ്ട് മറച്ചു വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീഴ്ചകൾ വന്നുപോയാൽ നമ്മൾ മറച്ചു വെക്കണം, പരസ്യമാക്കരുത്. റബ്ബിനോട് പുറത്തു തരാൻ വേണ്ടി പറയണം. മറ്റുള്ളവരുടെ വീഴ്ചകൾ അത് നമ്മൾ മറച്ചു വെക്കണം, റബ്ബ് അതിന് പ്രതിഫലം നൽകും. മൂന്നാമത്, നമ്മൾ നമ്മുടെ ശരീരമെന്ന പ്രത്യക്ഷത്തിൽ നമ്മൾക്കുള്ള നമ്മുടെ ഔറത്ത് അത് മറച്ചുവെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഒരാൾ കുളിക്കണ കണ്ടിട്ട് നേരെ വന്ന് അതിന് ശേഷമുള്ള മിമ്പറിൽ കയറിയുള്ള സംസാരത്തിലാണ് ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റജുലൻ യഗ്തസിലു ബിൽ ബറാസി ഫസഇദ അൽ മിംബറ ഫഹമിദല്ലാഹ വഅത്ന അലൈഹി. ഹംദും സലാത്തും ചൊല്ലിയിട്ട് ഒരാൾ കുളിക്കണ കണ്ട ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്, സഹിക്കുന്നവനാണ്. അതേപോലെ തന്നെ ഹയ്യാണ്, ലജ്ജയുള്ളവനാണ്. സിത്തീറുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നവനാണ്. എന്നിട്ട് പറയുന്നു, യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയെ ഇഷ്ടപ്പെടുന്നുണ്ട്, മറച്ചു വെക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫഇദ ഗതസല അഹദുകും ഫൽയസ്തതിർ. നിങ്ങളിൽ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം, മറ്റുള്ളവരെ കാണുന്ന രീതിയിൽ കുളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഔറത്ത്, ആ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പെണ്ണിന് എന്താണോ മറച്ചു വെക്കേണ്ടത് അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആണെന്തു മറക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണ് മറക്കേണ്ടത് എന്താണ്, അതിലേക്ക് എന്തൊക്കെ ആകർഷിക്കപ്പെടും, എന്തൊക്കെ അവളുടെ സംരക്ഷണത്തെ നഷ്ടപ്പെടുത്തും
അവൾക്ക് എന്തൊക്കെ ഭീഷണിയാകും എന്നൊക്കെ നമ്മെ സൃഷ്ടിച്ച പെണ്ണിനെ സൃഷ്ടിച്ച ആണിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ട് പെണ്ണ് മറക്കേണ്ടത് എന്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. പെണ്ണ് മറക്കേണ്ടത് ആണ് മറക്കേണ്ട വസ്ത്രം ഉപയോഗിച്ചല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരെ അല്ലാഹു ശപിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാഇ മിനർ റിജാൽ. ആണ് പെണ്ണിനെ പോലെയല്ല വസ്ത്രം ധരിക്കേണ്ടത്. അതേപോലെ തന്നെ പെണ്ണാണിനെ പോലെ ആയിക്കഴിഞ്ഞാൽ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ശപിച്ചിട്ടുണ്ട്. വൽ മർഅത തൽബസു ലിബസത്ത റജുൽ. പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിച്ചാൽ, ടീഷർട്ടും പാന്റും ഇട്ട് പെണ്ണ് പുറത്തിറങ്ങിയാൽ റസൂലുള്ളാഹിന്റെ ശാപമുണ്ട്. അതേപോലെ തന്നെ അത് മറക്കുക എന്ന് അള്ളാഹു പഠിപ്പിച്ചതിനെതിരാണ്. അതേപോലെ തന്നെ പരസ്യമായി റബ്ബിനെ ധിക്കരിക്കലാണ് എന്ന ഗൗരവങ്ങളൊക്കെ അതിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഭംഗി അത് മറച്ചുവെക്കാതെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ് ലാ യദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും ഗൗരവത്തിലാണ് ഈ കാര്യം എടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്ത് മറക്കേണ്ട വിഷയം സിത്തീർ എന്ന റബ്ബിന്റെ നാമത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത്, മയ്യത്ത് നമ്മളൊക്കെ മരണപ്പെടുന്നവരാണ്. നമ്മുടെ ശരീരത്തിലും ചില ന്യൂനതകൾ ഉണ്ടാകും. നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ശരീരത്തിൽ ന്യൂനതകളുണ്ട്. ആരെയും കാണിക്കാതെ അവർ കൊണ്ടു നടക്കുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ ന്യൂനതകൾ, മോശമായ അവസ്ഥകൾ അവരുടെ ശരീരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ ഫസതറഹു സതറഹു അല്ലാഹു മിനദ്ദുനൂബ്. ആരെങ്കിലും ഒരു മയ്യത്തിനെ കുളിപ്പിച്ചിട്ട്, എടാ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത്, എടീ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ ഇന്നത് കണ്ടു എന്ന് ആരോടും പറയാതെ, ഒരാളോടും പറയാതെ ആ മയ്യത്തിന്റെ അഭിമാനത്തെ സംരക്ഷിച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം സതറഹുല്ലാഹു മിനദ്ദുനൂബ്, അവന്റെ തിന്മകളിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിത്തീർ എന്നുള്ളത് അല്ലാഹുവിന്റെ നാമമാണ്. അത് പൂർണ്ണമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കൂടുതൽ അറിയാനും അവന്റെ നാമങ്ങളെ മനസ്സിലാക്കാനും അതിലൂടെ അവനിലേക്ക് എടുക്കാനും അതിലൂടെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള മഹത്തായ സൗഭാഗ്യം നമ്മൾക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതാവിന് അവരുടെ കയ്യിലുള്ള പാല് കുടിക്കുന്ന കുഞ്ഞിനേക്കാൾ, ആ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ റബ്ബിന് നമ്മോട് കാരുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ വേദന കൊണ്ടുള്ള കണ്ണുനീര് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല, കഴിയില്ല. എന്നാൽ നമ്മൾക്ക് ആ മക്കളോടുള്ള കാരുണ്യത്തെക്കാൾ റബ്ബിന് നമ്മളോട് കാരുണ്യമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സിത്തീറാണെന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹു പരിപൂർണനാണ് എന്നാണ് അർത്ഥം. അതിൽ അല്ലാഹുവിന് ഒരു ന്യൂനതയുമില്ല. അല്ലാഹു ജീവിക്കുന്നവനാണ്. ഹയ്യാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മരണമില്ലെന്നാണ് അർത്ഥം. ഒരിക്കലും മരണപ്പെടാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റെല്ലാവരും മരണപ്പെടും. പ്രവാചകന്മാർ മരണപ്പെടും, മലക്കുകൾ മരണപ്പെടും, മഹാന്മാർ മരണപ്പെടും. ഇവിടെ ആരും ജീവിച്ചിരിക്കുന്നവരില്ല. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, മറ്റാരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്, പ്രവാചകൻ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു നാമമുണ്ടെങ്കിൽ അതിൽ അല്ലാഹു പരിപൂർണനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഴുവനായിട്ടുള്ള അലീമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയാമെന്നാണ്. അല്ലാഹുവിന് അറിയാത്ത ഒന്നുമില്ല. ഖവിയാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത ഒന്നുമില്ല, എല്ലാത്തിനും ശക്തനാണ്. ഖദീറാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ, നാമങ്ങളിൽ അല്ലാഹു പരിപൂർണനാണ്.
അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരിപൂർണനാണ്. ഒരു വീഴ്ചയുമില്ലാതെ ആ നാമം സ്വീകരിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിന ഫയദഉ അലൈഹി കനഫഹു. നാളെ പരലോകത്ത് ഒരടിമയുടെ അടുത്തേക്ക് റബ്ബ് വരുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയസ്തുറുഹു ഫയഖൂലു അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു തിന്മ, ആർക്കും അറിയാത്ത തിന്മയാണത്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലെത്തും. അള്ളാഹു നമ്മളോട് ചോദിക്കും, ഇന്ന തിന്മയെ നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഇന്ന കാര്യം ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും. നിനക്കതറിയുമോ, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, നഅം ഐ റബ്ബ്, അത് എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, നമ്മൾ അല്ലാഹുവിന്റെ ചോദ്യത്തിനു മുന്നിൽ അത് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക്, നമ്മൾ കാണും ഞാനിനി നശിച്ചു പോയിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തിരിച്ചു ചോദിക്കാണ്, ഞാൻ ചെയ്തത് എന്തൊക്കെയെന്ന് അല്ലാഹു എന്നോട് ചോദിക്കാണ്. ആരും ചോദിക്കാത്ത ചോദ്യം റബ്ബിന്റെ ചോദ്യമാണ്. ഞാനതൊക്കെ അംഗീകരിക്കും, ഞാൻ നശിച്ചു എന്ന് റബ്ബിന്റെ മുന്നിൽ ഞാൻ അംഗീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറയും, സതർതുഹാ അലൈക ഫിദ് ദുനിയ, ഈ തിന്മകൾ, നിന്റെ ഈ കുറവുകൾ ഞാൻ ദുനിയാവിൽ മറച്ചു വെച്ചിരുന്നു, ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു നീ ഇത് ചെയ്തത്, ഞാനതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് ദുനിയാവിൽ, ആരെ അറിയിച്ചിട്ടില്ല. എന്നാൽ വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നും ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അത്രയും കാരുണ്യമുള്ളവനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. ആ സിത്തീറായ റബ്ബ്, ആ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾക്ക് ചോദിക്കാൻ സാധിക്കണം, അല്ലാഹുവേ എന്റെ വീഴ്ചകൾ നീ പുറത്തു തരണേ, നീ മറച്ചു വെക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ഈ മാന്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിനം പോലും ഉപേക്ഷിക്കാതെ ദുആ ചെയ്തിരുന്ന ഒരു ദുആഇന്റെ ലഫ്ളിൽ പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രദോഷത്തിൽ വൈകുന്നേരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇ ദഅവാതി ഹീന യുംസി വഹീന യുസ്ബിഹ്, രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി ഇത് ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ എന്ന് തുടങ്ങുന്ന ദുആയിൽ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ അസ്തുർ ഔറാതി, അല്ലാഹുവേ എന്റെ ന്യൂനതകൾ നീ മറച്ചു വെച്ച് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, വആമിൻ റൗആതി, എല്ലാ സ്ഥലത്തും എനിക്ക് ധൈര്യം തരണേ എന്ന് ചോദിക്കാൻ, എന്നെ എല്ലാ മോശങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ, എനിക്ക് ആഫിയത്ത് നൽകാൻ, എനിക്ക് വിട്ടുവീഴ്ച നൽകാൻ, ഇതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെക്കുറിച്ച് ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ നമ്മൾക്ക് റബ്ബിനോട് അടുപ്പവും, റബ്ബിനോട് കൂടുതൽ ഇഷ്ടവും, അള്ളാഹുവിനോട് കൂടുതൽ ഭയവും, അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പവും ഒക്കെ നമ്മൾക്കുണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാൻ അവന്റെ പ്രവാചകനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്താൻ, ആ റസൂലുള്ളാഹിയെ അങ്ങേയറ്റം സ്നേഹിക്കാൻ ആ പ്രവാചകന്റെ വചനങ്ങളിലൂടെ, കൽപ്പനകളിലൂടെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അതിന്റെ പേരിൽ മാത്രം നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തിനാണ് റബ്ബ് സ്വലാത്ത് തരുന്നത്, അനുഗ്രഹം തരുന്നത്? റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിലാണ് നമ്മൾക്ക് അല്ലാഹുവിന്റെ സ്വലാത്തുള്ളത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തിന്മകൾ ദുനിയാവിലും ആഖിറത്തിലും മറച്ചുവെച്ച് അവന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. വീഴ്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മഹത്തായ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മഴയുടെ പ്രയാസങ്ങളിൽ ഉൾപ്പെട്ടവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്.
പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീട്ടുകാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദാരിദ്ര്യം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ